ഹലോ, ഈ ഡയലോഗ് കേട്ടാൽ തന്നെ മനസ്സിലാവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്ന വേദൂട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് വേദൂട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ 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 ഇത് നമ്മുടെ സ്വന്തം വേദുവിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള അച്ഛനും അമ്മയാണ്. ചേച്ചി നല്ലൊരു ഡാൻസറാണ്, അതുപോലെ അച്ഛൻ നല്ലൊരു സ്പോർട്സ്മാൻ കൂടെയാണ്. നമുക്ക് വേദുവിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ പേര് ചോദിക്കാം. വേദു, എന്താണ് അമ്മേൻ്റെ അച്ഛൻ്റെ പേര്? അമ്മേൻ്റെ പേര് മൃദുല, അച്ഛൻ്റെ പേര് വൈശാഖ്. പാച്ചു എന്നല്ലേ വിളിക്കുന്നേ? വൈശാഖാണല്ലേ. ചേച്ചി ചേട്ടാ, അപ്പോൾ വേദു ഇത്രയും വൈറലായി നിൽക്കുകയാണല്ലോ, അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് വേദുവിനെ പറ്റി? എന്താ പറയുക, സന്തോഷം മാത്രം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയും വൈശാഖേട്ടൻ്റെയും മാത്രം ഒരു വിജയം എന്നല്ല, എല്ലാവരും ഇപ്പോൾ വേദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ആളുടെ വീട്ടിൽ പിന്നെ ഒരു വലിയ കുറേ പേരുണ്ട് ഞങ്ങളുടെ ബാക്കിൽ, കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്. അതുപോലെ ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ സന്തോഷം പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും സന്തോഷം. ഇതുപോലെ വേദുവിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. എന്താണെന്നറിയോ? വേദു പാട്ട് പഠിക്കുന്ന ഓൺലൈനിലൂടെയാണ്. വേദുവിൻ്റെ പാട്ട് അച്ചമ്മയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വേദുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് അച്ചമ്മ പാട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ചേച്ചി, ഇപ്പം നമ്മളൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ. അപ്പോൾ വേദു പാട്ട് പഠിക്കുന്നത് ഫുൾ ഓൺലൈനിലൂടെയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അവൻ അതിലിരിക്കുന്നത്? ഓൺലൈനിൽ പറഞ്ഞാൽ അങ്ങനെ അല്ല, വേദുവിന് ഒന്ന് വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും, വേദു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അതിങ്ങനെയാണ് പഠിക്കണേ. വേദു എങ്ങനെയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേദു എന്തൊക്കെ ചെയ്യും? സ്കൂളിൽ പോകുന്നതിന് മുന്നേ വേദു എന്തൊക്കെയാണ് ചെയ്യുക? ചുറ്റും പാട്ട് പാട്ടും മേമുന്നും മുട്ടും പിന്നെ വേദുവിന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ആരൊക്കെയാ? അപ്പു ചൂടാനും. വേദുവിന്റെ ഫ്രണ്ട്സ് ഇല്ലേ? വേദുവിന്റെ ഫ്രണ്ട്സ് പാട്ടൊക്കെ കണ്ടിട്ടേ എന്താ പറഞ്ഞ്? നല്ല ഇഷ്ടായി എന്നല്ലേ നല്ല ഇഷ്ടായി എന്ന് പറഞ്ഞോ? ഹരിയൂമിലല്ലേ പഠിക്കണേ?
വേദുവിന്റെ ഈ വീഡിയോ ഇല്ലേ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടേ ഗീതമാമ വേദുവിന് ഒരു ഗിഫ്റ്റ് തന്നു എന്ന് ചേച്ചി അറിഞ്ഞല്ലോ. എന്ത് ഗിഫ്റ്റാ ഗീതമാമ തന്നെ? ഇത് ഗീതമാമ തന്ന ട്രോഫിയാ ആണോ? വേദുവിന് സന്തോഷായോ അത് തന്നപ്പോ? എന്താ പിന്നെ ഏത് ഭാഷയിലും കൂടിയാ വേദം എഴുതുക? അറിയോ വേദുവിന്? അത് വെറുതെ എഴുതിക്കാട്ടോ. ഞങ്ങൾ ഇതൊന്നും അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കണതല്ല. വേദുവിന് താല്പര്യമാണ്. അപ്പൊ വെറുതെ കുത്തിട്ട് കൊടുത്താൽ എന്ന് ഇങ്ങോട്ട് വന്ന് പറയും, അമ്മയെ കുത്തിട്ട് തരും, ഞാൻ എഴുതട്ടെ എന്ന്. എന്നിട്ട് എഴുതും. ഇപ്പൊ ഇതൊക്കെ കൈകൊണ്ട് നമ്മളോട് പറയും, കൈകൊണ്ട് എഴുതിക്കാൻ പറയും. ഒക്കെ ആയി വരണേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ഇഷ്ടം കൊണ്ട് നമ്മളോട് പറയണ കാര്യമാണ്, എനിക്ക് കുത്തിട്ട് തരും, ഞാൻ എഴുതട്ടെ എന്ന്. അപ്പം നമ്മളിങ്ങനെ അതിനിങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെ അത് പറയും. അത് എന്നും എഴുതും, എഴുതിയിട്ടാണ് കിടക്കുക. ഇപ്പൊ ഒക്കെ വലിയ വലിയ അക്ഷരത്തിലാണ് എഴുതാന്നേ ഉള്ളൂ. അപ്പൊ അത് പതുക്കെ പതുക്കെ നീ മാറ്റണം. അങ്ങനെ അങ്ങനെ മിടുക്കനാണ്, അടിപൊളിയാണ്, വേറെ വൈബാണ്. അപ്പോൾ ക്യാമറമാൻ വിനോദ് സോമനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.